ഹലോ ഗേസ്, ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇറങ്ങിയ ഗേസ്. അവിടെ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി വന്നപ്പോഴത്തേന് 4 മണി കഴിഞ്ഞു. അവിടെ ചെന്ന് ഡോക്ടർ പറഞ്ഞു പിത്തവാദം, ആമവാദം, എന്നാ വാദമൊക്കെയാണോ പറഞ്ഞു. കുറേ ഒരു നീണ്ട ലിസ്റ്റ് അങ്ങോട്ട് എഴുതി, ഒരു 10,000 രൂപയുടെ ലിസ്റ്റ് അങ്ങോട്ട് എഴുതി ഡോക്ടറിൻ്റെ കൈ കൊണ്ട് കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഒരു വലിയ സമാധാനമായി. അപ്പം ഇനിയിപ്പം സ്കാനിങ്ങിനകത്തൊക്കെ നോക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സമാധാനമാവുമല്ലോ. അതിന് വേണ്ടി ഞങ്ങളതെല്ലാം അവിടെ കൊടുത്തിറങ്ങിയപ്പോഴത്തേനും ഭയങ്കര വിശപ്പപ്പോഴത്തേനും മോൾക്ക് ബിരിയാണി കഴിക്കണമെന്ന് പറഞ്ഞു. 4 മണി കഴിഞ്ഞു ഗേസ്. അപ്പോൾ ഒരു ഹോട്ടലിൽ കയറി അവിടെ കയറി കൈയൊക്കെ കഴുകി അവിടുന്ന് വീഡിയോ ഒക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടി ചെയ്തപ്പോൾ അവർ പറയുന്നു അവിടെ ചോറും ഇല്ല, ബിരിയാണിയും ഇല്ല, ഒന്നുമില്ല. പിന്നെ അവിടുന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അടുത്ത ഹോട്ടലിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേണ്ട നല്ല ഇതൊക്കെ പുൽക്കൂടിൻ്റെ ഇതൊക്കെ കണ്ടപ്പോഴത്തേനും കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി നടന്ന് അടുത്ത ഹോട്ടലിലേക്ക് കയറി ഗൈസ്. അടുത്ത ഹോട്ടലിൽ ചെന്നപ്പോഴത്തേനും അവിടെയും ചെന്നപ്പോൾ വീഡിയോ എടുപ്പ് മാത്രം നടന്നു ഗൈസ്. പിന്നെയും അവിടെ നിന്നും ഇറങ്ങി. എനിക്കാണെങ്കിൽ തലവേദന കൊണ്ട് പോയി. ഞാൻ കാറിൽ ഇങ്ങനെ ഇരുന്ന് മടുത്ത് ഞാൻ പറഞ്ഞു നമുക്കെന്നാൽ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. വീട്ടിൽ പോയാലും അവിടെയും കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാതെയല്ലേ നമ്മൾ ഇറങ്ങുന്നത് ധൃതി വെച്ച്. അത് കഴിഞ്ഞ് ഞങ്ങളങ്ങനെ ഹോട്ടലുകൾ താണ്ടി ഞങ്ങൾക്കൊരു ബിരിയാണി കട്ടെന്നും പറഞ്ഞ ഒരു കിസ്മത്ത് ബിരിയാണി കിട്ടുന്ന ഒരു കടയിലേക്ക് കയറി ഗൈസ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു പേടിയിലാണ് ഞങ്ങൾ നിന്ന്. അവസാനം അവിടെ ചെന്നപ്പോൾ ഏതായാലും ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് കയറി ഇരുന്ന് അവിടെ ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്നപ്പം തന്നെ എനിക്ക് വിശപ്പിൻ്റെ വിളി കൊണ്ട് എനിക്ക് വയ്യട്ട ഗൈസ്. ഞാൻ അവിടെ കിടന്നങ്ങ് ഉറങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. ഒരു 10-20 മിനിറ്റ് അങ്ങനെ പോയി. അപ്പോഴത്തേന് താണ്ട വരുന്നു കിസ്മത്ത് ബിരിയാണി. ആ ബിരിയാണിയും കൊണ്ട് വന്ന് മുന്നിൽ നിന്നപ്പം തിന്നണോ വേണ്ടയോ, വീഡിയോ എടുക്കണോ, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. വീഡിയോ എടുത്തില്ല പിന്നെ ഈ കിസ്മത്ത് ബിരിയാണി തീർന്നു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുപ്പ് നടക്കും. അപ്പം പിന്നെ ഒരു മുട്ടയെടുത്ത് കാണിച്ച് എങ്ങനെയാലും ഇതൊന്നും അകത്താക്കിയാൽ മതിയെന്നും പറഞ്ഞ് ഞങ്ങളങ്ങനെ കഴിക്കാൻ വേണ്ടി തുടങ്ങുക ഗൈസ്. എന്നാലും കണ്ടോ എൻ്റെ ചിക്കൻ പീസ് കണ്ടോ. ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ സത്യം അതിനുള്ള സാവകാശം കിട്ടിയില്ല. പക്ഷേ ഞങ്ങൾ എടുത്തു, അവിടെ നിന്ന് കഴിച്ചു, ഇറങ്ങി ഗൈസ്. ഇപ്പോൾ തന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടം കൊണ്ട് ഞങ്ങളുടെ ഈ വീഡിയോ തീരുന്നു ഗൈസ്. ടാറ്റാ.